അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗായ്സ്, ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലമൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ചക്കരി ഉമ്മയും അലാനിയും ഒന്നുമില്ല, ഞാനും കുട്ടികളും സിനുമാണ് പോകുന്നത് അല്ലേ. ഇന്ന് എവിടേക്കാ പോകണേ? കാർ സീറ്റ് വെക്കണ്ടേ? കാർ സീറ്റ് വെച്ചാൽ നാളേക്ക്. ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് ഫുഡ് വേണ്ടേ? നിങ്ങളുടെ ഗുളിക ഞാനേ വാങ്ങിയിട്ട് കയ്യിൽ വെച്ചാൽ മതിയോ? അതിപ്പോൾ പൂട്ടും. എന്നാ ഞാനത് വാങ്ങിയിട്ട് കൊടുന്നു തരാം. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും ഗുളിക വാങ്ങാണ്ട് ഞായറാഴ്ച കട ഉണ്ടോന്ന് അപ്പൊ രാവിലെ ഒന്ന് ആ ജിമ്മിന് പോകുമ്പോ പറഞ്ഞൂടെ? എപ്പ പറയണേ? ഓക്കെ, ചെരുപ്പ വരാണ്ടേ? ഇപ്പൊ എന്ത് ചൂട് എടുക്കുന്നില്ല? അതിന് നല്ല നല്ല പൊള്ള ഇതൊക്കെ നമ്മള് പോവിച്ചിട്ടേ. എന്നാ പോരെ ഇറങ്ങ. സൂര്യഘാതാണ് അല്ലേ? ആ സൂര്യഘാതം ഇത് ഇരുമ്പോണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നത്. നമ്മക്ക് തന്നെ ഇതിനെ നടക്കാൻ പറ്റുന്നില്ല ചൂടെടുത്തിട്ട്. കണ്ടില്ലേ? ഓ, അത് എന്നിട്ട് പൊക്കി നടക്കുക കാല്. ചെരുപ്പ് എവിടെ? എന്റെ ചെരുപ്പ് എവിടെ? ഓ, ഞാൻ ആ കാറ്റടിക്കട്ടെ. ആ കാറ്റടിക്കുന്ന സാധനം എല്ലാവരും സേഫായിട്ട് ഇരുന്നോളി. തലേണന്റെ അടിയിലും പിന്നെ വണ്ടിയുടെ ചോട്ടിലും ഗ്യാസിന്റെ ചോട്ടിലും ഒക്കെ പാമ്പാണ്. നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കണേ, ഇടവഴിയിൽ കടക്കുമ്പോൾ നോക്കിക്കും. പാമ്പുകൾക്ക് സഞ്ചരിക്കാനുള്ള സ്ഥലത്തിന് ഇടംകോലായിട്ട് കടന്നു കഴിഞ്ഞാൽ പാമ്പ് വന്ന് ഞോണ്ടി പോകും. എന്നോട് പറയാനുള്ളത് പൊന്തേക്കൂടിയും ചളിക്കൂടിയൊക്കെ നോക്കി നടക്കുക. ഒക്കെ എത്ര ആൾക്കാരാ, കുട്ടികൾ മരിക്കണു, ആൾക്കാർ മരിക്കണു. പാമ്പ് കടിച്ചത് തന്നെ അറിയുന്നില്ല, ബോധം കെട്ട് വീണു. പാമ്പുകളെ കുറ്റം പറഞ്ഞിട്ട് പുറത്ത് ഇമ്മാരി വെയിലാണ്. ഓലെന്താക്കും? ഓല ഉപദ്രവിക്കുമ്പോൾ ഓല പോയി പാടി വേണ്ട. പാമ്പുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. പാമ്പിന് പുറത്ത് നിൽക്കാൻ പറ്റാതെ പാമ്പ് ഔത്തേക്ക് വരും. ഇപ്പം പെരയിലുള്ള പാമ്പുകൾ എന്താക്കും? ഇതിലുള്ള കാണാതെ ആയിട്ടുള്ള ചവിട്ടും. ഓക്കെ, അപ്പം എന്തായാലും സേഫായിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോൾ തലയണവരെയൊക്കെ ഒന്ന് നോക്കുക. ക്ലോസറ്റിലിരിക്കുമ്പോൾ ഒന്ന് പൊക്കി വെക്കുക എല്ലായിടത്തും കൂടി. അഥവാ ചന്തിമൊക്കെ കടിച്ചിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആകെ പണിയായി. നമ്മളാ താഴത്തെ പെരയിലാണെങ്കിൽ ആ ബാത്റൂമിന്റെ മുകളിൽ എന്നും പാമ്പുണ്ടാവലുണ്ട്. ഞാൻ ഇന്ന് വിറ്റതല്ല. ഇന്ന് ഞാൻ ഗൈസ്, എനിക്ക് ക്ലോസറ്റ് അല്ല ബാത്റൂമിൽ പോകുമ്പോൾ എനിക്ക് ഫോൺ കൊണ്ടുപോകണ പണിയുണ്ട്. അതിൽ ഞാൻ ഫോണുമ്പോൾ ഇങ്ങനെ നോണ്ടി നിൽക്കുമ്പോണ്ട് ഒരാളുടെ ക്ലോസറ്റിന്റെ ഉള്ളിൽ കൂടെ പാമ്പ് വരുന്നു. അപ്പൊ ഞാൻ മെല്ലെ ഒന്ന് നീച്ചിട്ട് നോക്കി നമ്മുടെ കയ്യിൽ എങ്ങനെ ഉണ്ടോ. ഏസിയുടെ ഉള്ളിൽ വരെ പാമ്പാ. 5 പാമ്പാ ഏസിയുടെ ഉള്ളത് കിട്ടിക്കണേ. എന്താ ചെയ്യലേ? വിറ്റകളൊക്കെ നേരെ മുറ്റത്ത് കൂടെ വിടുമ്പോ നോക്കിക്കോളുണ്ട്. ഓക്കെ, പാമ്പുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പാമ്പിന് പുറത്ത് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ചൂടാണ്. നമ്മളോടൊക്കെ പിന്നെ ഇതേനെ ഇനി വരൂലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടുന്ന് നല്ല ചൂടാണ്. ഇത് അത് കൂടെ ഒക്കെ കേറിയിട്ട് ജനലുകളൊക്കെ തുറന്നിടണ്ട. അയിമ കൂടെ കേറുക, ഗ്രിപ്പ് ഉണ്ടാവൂലോ. എന്തായാലും ശ്രദ്ധിക്കുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ കജ്ജിടുമ്പോ പറഞ്ഞാൽ മതി, കജ്ജിടരുത്. അങ്ങനെ ഗായ്സ്, നമുക്ക് ഇനി കാർ സീറ്റ് ഫിറ്റ് ചെയ്യണം. എന്നാലേ അതാണ്ടോ ഇങ്ങോട്ട് ഈ പെണ്ണുപിള്ള കേൾക്കണോ? അടി വേണോ? കാറൊക്കെ റെഡിയായി. എൻ്റെ കുട്ടിക്കുള്ള കാർ സീറ്റ് റെഡിയായി. ഇത് നല്ലൊരു ഉപയോഗമായിട്ട് നമുക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവൾ ഇതിലാണ്ട് കിടത്തിയ അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല. ഡോറണ്ട് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. 2 ആൾ ഇതിലിടും. പിന്നെ എന്താണ്, കുറേ ടൈം ഓരിങ്ങനെ പാട്ടും വെച്ച് ഇങ്ങനെ ഡാൻസ് കളിച്ചോളൂ കേട്ടോ. നല്ലൊരു ഉപയോഗമാണ് നമുക്കത്. ഓക്കെ, ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഒന്ന് എവിടേക്കാണ് പോകണേ? അരീക്കോട്ടിലോട്ടാണ് പോകണേ കാശ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അതായത് ഇന്ന് ഡയറ്റ് ആവുകൊണ്ട് ഞാൻ പെരയിലൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എന്താക്കി, പോണ വഴിക്ക് ഒരു അൽഫാമോ അല്ലെങ്കിൽ ഷവായ എന്തെങ്കിലും കഴിച്ച് പോകാമെന്ന് വിചാരിച്ചു. അലേഹം നോക്കണമൊക്കെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരീക്കോട് ഇന്ന് എനിക്കൊരു ഫുട്ബോൾ കളിയുണ്ട്, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ. അപ്പോൾ ഇവരെ നാട്ടിലാണല്ലോ കളി. അപ്പോൾ ഏതായാലും ഞാനും എൻ്റെ പെരയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോരുകയാണ് എൻ്റെ കൂടെ. ഞാൻ ഇന്ന് ചെക്കന്മാരൊക്കെ ആയിട്ട് പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയൊക്കെ അല്ലേ, ഇന്ന് ചെക്കന്മാരൊക്കെ പാടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നാട്ടിലെ കളി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിന്നാലെ പോകുന്ന നടക്കുകയാണ്. ഒരു കൗട്ടിങ് അത്രേ അതേ പോണേ അല്ലേ. ബിരിയാണി, ചെമ്പർ. എൻ്റെ കുട്ടിക്ക് ലേസം മന്തി വാങ്ങിയതാട്ടോ ഇവിടുന്ന്. ഞാനിവിടെ ഒരു പീസ് ഷവായി. അല്ല ലേഹ, തിന്നി നോക്കട്ടെ.
അങ്ങനെ ഗൈസ് നമ്മൾ സിനുവിൻ്റെ ഇടവഴി വീണ്ടും കാണിച്ചു തന്നു അല്ലേ. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു വഴിയിലൂടെ പോകണം അല്ലേ. എൻ്റെ കൂടെ ഒരാൾ ഇരിക്കണമൊക്കെ മുട്ടായൊക്കെ തിന്നിട്ട് ഒരാളുടെ ഞാനൊരു ടീഷർട്ട് നോക്കിയപ്പോൾ എൻ്റെ ടീഷർട്ട് കാണാനില്ല. എൻ്റെ ടീഷർട്ട് ഇട്ടിട്ടാണ് നടക്കണം. ഇപ്പോൾ ചൂടാണ്, കാറ്റും വെളിച്ചം തട്ടണം പറഞ്ഞിട്ടേ നല്ല ഡബിൾ എക്സൽ ടീഷർട്ടാണ് അത്. ഇന്നേക്കാളും ഇറക്കുന്നുണ്ട്, കയ്യോറൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും അങ്ങനെ സിനുവിന്റെ വീട്ടിലെത്തി. ഇനി രാത്രി എനിക്ക് ഇവിടെ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്, അരീക്കോട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ. അപ്പൊ അതും കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് നാട്ടിലോട്ട് തന്നെ പോകും. ഏത് കട ഇപ്പൊ തന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ എന്നോട് വരാൻ പറഞ്ഞിട്ടൊന്നുമല്ല. ഞാനേ എലക്ഷന്റെ റിസൾട്ട് എന്താ നിങ്ങളവിടെ ഇവരെന്നല്ലേ ജയിക്കോളൂ, പിന്നെ എന്തിനാ അറിയാൻ എന്ത് രസം. അങ്ങനെ ഗായ്സ് നമ്മൾ എവിടെ എത്തി? അലേഹ എവിടെ എത്തി? എന്റെ ഉമ്മന്റെ കുടിയിലേക്ക്. ഈ രണ്ടാളെ സ്നേഹപ്രവർത്തന കുറച്ച് കഴിഞ്ഞാൽ രണ്ട് ശത്രുക്കളാ. അപ്പോ അന്റെ പേരെന്താ? ആദുവോ? അന്റെ പേരെന്താ? അന്റെ പേര് ഉമ്മച്ചിയോ? അന്റെ പേരെന്താ മോളെ? ഗൈസ് നമ്മള് സിനുവിന്റെ വീട്ടിൽ നിന്ന് എവിടെ എത്തി? നമ്മള് ഇവിടെ എത്തി. ഇന്നലെ അവിടുന്ന് വീഡിയോസ് ഒന്നും കാര്യങ്ങളും നിർത്തില്ല, കാരണം എനിക്ക് പന്തളിയായിരുന്നു. പന്തളി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്ത് എന്റെ മൊബൈലിൽ ഓരോ ആൾക്കാരെ കാണിച്ചു കൊടുത്താ നിക്ക്, ഓരോ ആൾക്കാരെ കാണിച്ചു കൊടുക്ക്. അങ്ങനെ ഗൈസ് കുട്ടീനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. 2 വയസ്സാവാൻ പോവാണ് കുട്ടിക്ക്. ഇതുവരെ ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ടില്ല പറഞ്ഞ മോശമല്ലേ? അറിയോ? അയലൊക്കത്തെ ചേച്ചിനെ വരെ അറിയാട്ടോ. ആര്? ആരാണത്? എന്താ ആരെ കാണിച്ചു കൊടുത്ത്? അതാരാ? അലാനല്ല അത്? മക്കളെ ഓളെ പെരേക്ക് ഒന്ന് പോയി വന്നപ്പോഴേക്കും കുട്ടിയൊക്കെ മറന്നോ? വാട്സ്ആപ്പ് പ്രൊഫൈൽ ഫോട്ടോ വരെ കാണിച്ചു കൊടുത്തു. അത് വരെ ഓള് പറഞ്ഞു. ഇതെന്താ? ഇതാരാ? 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 അബൂസ്. അബൂനെ ആരാന്നറിയില്ല. ഇന്നെ ഒന്ന് കാണിച്ചു കൊടുത്തോക്കാ. ഇന്നെ നേരിട്ട് കണ്ടിട്ട് എന്റെ കുട്ടിക്ക് മനസ്സിലാവണില്ല. ഇനിയിപ്പൊ കൊണ്ടുപോകും ഹോസ്പിറ്റലിലേക്ക്. കുട്ടി പറഞ്ഞതൊക്കെ മറന്നു എന്ന് പറഞ്ഞിട്ട്. കുട്ടി അപ്പിട്ടില്ലെങ്കിൽ അപ്പൊ ഹോസ്പിറ്റലിൽ പോകണം. കുട്ടീന്റെ കണ്ണൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാം, അപ്പൊ ഹോസ്പിറ്റലിൽ പോകണം. അതാരാ? ഇതാരാ? അൽഷിമർ വന്ന കുട്ടിക്ക്. സിനുവിന് ടെൻഷനായി. ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ പോകണം. കുട്ടി ഇന്നലെ വരെ പറഞ്ഞു, ഒന്നും പറയുന്നില്ല. അലേഹ അതാരാ പറയും നോക്കട്ടെ. ഫാബിനെ പറഞ്ഞു, അതായത് സിനുവിന്റെ അനിയത്തിനെയാണ് ഇപ്പൊ ഫാബി എന്ന് പറഞ്ഞത്. ഇനി അലനോട് ചോദിച്ചോക്കട്ടെ, ഇതാരാ? 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 ഒക്കെ അറിയാം. ഇനി കൊഞ്ചാണ് അത്. കൊഞ്ചല്ലേ പെണ്ണെ, നീ തുള്ളിക്കാളിക്കല്ലേ പെണ്ണ്, നിന്റെ മംഗല്യം വന്നല്ല പെണ്ണ്. എടി ലൈലേ ലൈലേ, നിന്നെ കണ്ട നാള് തൊട്ട് ആ കൽവിനുള്ളിലെന്നും ഒരു പൂങ്കിനാവുദിച്ചു, അത് സ്നേഹമായില്ലേ. ലൈലാ ലൈലാ എന്റെ ലൈലാ ലൈലാ, കൊഞ്ചു ലൈലേ ലൈലേ, നീ എന്റേതല്ലേ. കൊഞ്ചല്ലേ പെണ്ണെ, പെണ്ണ് കളിക്കല്ല പെണ്ണെ, മംഗല്യം വന്നല്ല പെണ്ണെ. ലൈലേ ലൈലേ. അലേഹന്റെ പേരെന്താ?
അലാന പോയിന്നോ? അലാന എവിടെ? അലാന. അപ്പം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബായ് പറഞ്ഞു കൊടുക്കാം. ഒരു ബായ് കൊടുത്താ എന്താ കൊഞ്ചാണ് എനിക്കറിയാം. ഒരു ബായ് കൊടുക്കുക, ഒരു ഹായ് കൊടുക്കുക, ഒരു ഹായ്. ഓക്കെ.